അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ദാ നോക്കിക്കോളൂ, ഏതാണത്? യെസ്, ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്? 4 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. അപ്പോൾ എന്താണ് റിലയബിലിറ്റി നോക്കിയാലോ? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ റിലയബിൾ ആയിരിക്കണം, അതായത് എറേഴ്സിൽ നിന്നെല്ലാം ഫ്രീ ആയിരിക്കണം, എറേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ദെൻ റെലവൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അവൈലബിൾ ഓൺ ടൈം, നമുക്ക് ആവശ്യമുള്ള ടൈമിൽ തന്നെ അത് എത്തിക്കുക എന്നുള്ളതാണ്. നമ്പർ 3 നോക്കാം, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരിലേക്കാണോ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. ആൻഡ് ദ 4th വൺ, കമ്പയറബിലിറ്റി, സിമിലാരിറ്റീസും ഡിഫറൻസസും അറിയാനായി മറ്റുള്ളവരുമായി കമ്പയറബിൾ ആയിരിക്കണം, കമ്പയർ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്? ദാ ഇപ്പൊ തന്നെ ഒന്നുകൂടി പറഞ്ഞോളൂ. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡിങ്, കമ്പയറബിലിറ്റി. ഓക്കെ.